നമസ്കാരം. എന്നോടൊപ്പമുള്ള അബ്ദുള്ളയാണ്. ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് വന്ന് നമ്മുടെ മലയാള മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ അബ്ദുള്ള. പിറവത്താണ്, കക്കാട്ടിലാണ് അബ്ദുള്ള താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതിനൊപ്പം മറ്റു പണികളിലെല്ലാം ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്ദുള്ള. അബ്ദുള്ളയെക്കുറിച്ച് എല്ലാവർക്കും 100 വാക്കാണ്. നല്ലൊരു മികച്ച കർഷകൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിറവ് മുനിസിപ്പാലിറ്റി കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനായി തിരഞ്ഞെടുത്ത് ഈ കഴിഞ്ഞ ദിവസം അബ്ദുള്ളയെ ആദരിച്ചത്. നമുക്ക് അബ്ദുള്ളയുടെ കൃഷിയിടങ്ങൾ പരിചയപ്പെടാം. അബ്ദുള്ള, എന്തൊക്കെ കൃഷിയുണ്ട്? ഇപ്പോൾ ഇത് പയറുണ്ടോ, കുക്കുംബറുണ്ടോ, ചീര ഉണ്ടോ, കത്രിക ഉണ്ടോ, പയറ്, ആ സൈഡില് ചേന ഉണ്ടോ, എല്ലാം ഉണ്ട്. കുറച്ച് എല്ലാം ഉണ്ട്. ഇവിടെയാണ് പയർ അല്ലേ? പയറ്, പിന്നെ കടുവലങ്ങ, പിന്നെ കുക്കുംബർ. നല്ല കുക്കുംബറാ. ഏത് നോക്കി കുക്കുംബറാ? ഓ, നാടൻ കുക്കുംബർ. പിന്നെ ഇത് ഇവിടെ ഉണ്ട്. കുക്കുംബറിന്റെ വിത്ത് എവിടെ നിന്ന് കൊണ്ടുവന്നാ? ഞാൻ നാട്ടിലെ മേടിച്ച്. ഇത് നാടൻ കുക്കുംബർ. ഇത് നാടൻ കുക്കുംബറാ. കുക്കുംബർ ഇഷ്ടംമാതിരി ഉണ്ടല്ലേ? പിന്നെ പയറും ഉണ്ട്. ഇടയ്ക്ക് ചുമന്ന പയറാ. പിന്നെ ഇത് പച്ച പയറാ. കഴിച്ചെനിക്ക് എലി കഴിച്ച് ഇതെന്താണ്? ഇത് നാട്ടിലെ കത്രിക. എവിടുത്തെ ഇതൊക്കെ വിളവെടുപ്പ് തുടങ്ങിയോ? ഉണ്ടോ? പിന്നെ ഇത് നാട്ടിലെ കത്രിക. നാട്ടിലെ കത്രിക. കേരള? അത് ബംഗാള്? ബംഗാള്. അവിടുത്തെ വിത്ത് മേടിച്ച്. ഓ, ബംഗാളിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇവിടുത്തെ നാട്ടയാ. നല്ല ടേസ്റ്റാ ഇത്. പച്ചക്ക് തിന്നാവോ? പച്ചയില്ല, കറി വെക്കണം. ഉണ്ടാകാം. പിന്നെ ചൊമ്പറിൽ ഉണ്ടാകാം. അകത്ത് കുറുവില്ല. ഭയങ്കര ടേസ്റ്റാ ഇത്. അപ്പൊ പയറുണ്ട്, നമ്മുടെ കുക്കുംബർ ഉണ്ട്, വഴുതനങ്ങയുണ്ട്, പിന്നെ ചേനയുണ്ട്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണെങ്കിലും നന്നായിട്ട് തെങ്ങൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അബ്ദുള്ള. ചേന ഓണത്തിന് വിളവെടുത്തോ? ആയില്ല, എനിക്ക് ആയില്ല. അത് നെഗറ്റീവ്. കുക്കുംബർ നട്ട തയ്യ. ഇത് എന്നാ കൃഷി? ഓ, ചീര. ചുമല ചീര. നാട്ടിലെ കൽക്കട്ടയിലെ ചീര വിത്ത് എല്ലാം. ഓക്കെ. കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? ഇവിടുത്തെ പിറവത്തെ 8 വർഷമായി. 8 വർഷമായിട്ട് പിറവത്തുണ്ട് കൃഷി. കൽക്കട്ട ആപ്പിള് ആരാ കണ്ടേ? ഞാനിത് അങ്ങനെ ഇടയ്ക്ക് വിട്ടല്ലേ? ഒടിച്ചല്ലേ? കൽക്കട്ട ആപ്പിൾ. മധുരം ഇരിക്കാ? നല്ല മധുരം ഉണ്ട്. പിന്നെ ആടുണ്ട്? 2 ആടുണ്ട്. പിന്നെ ജൈവവളം കൃഷി ഉണ്ടാകില്ലേ? ജൈവവളം കൃഷി ആടുണ്ട്. കൽക്കട്ടയിലത്തെ പച്ചക്കായ കറി വെക്കാനോ മാത്രം. കറി ഒന്നും പടുത്താവില്ല. കറി മാത്രം. ഇപ്പൊ ഭംഗിയാവും, കുഴപ്പമില്ല. ആദ്യം പച്ചല്ലേ ചീരകൃഷി. ഇപ്പൊ ചുമന്ന ചീര. കഴിഞ്ഞ കൊല്ലം എന്തൊരു ചീര വിറ്റു കഴിഞ്ഞ കൊല്ലം? പിന്നെ നല്ല ചീരായി. പക്ഷെ ഭയങ്കര മഴയില്ലേ, എല്ലാം പോയി. തന്നെ ഇപ്പൊ 2 ആഴ്ച ഇത് ബാക്കി. മഴ കാരണം കൃഷിക്കൊക്കെ നഷ്ടമായി അല്ലേ? പിന്നെ 3 മാസം മഴ. മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് 4 മാസം മഴ. എല്ലാ കൃഷി പോയില്ലേ. കൽക്കട്ടയിൽ ഇതുപോലെ മഴയുണ്ടോ? ഇല്ല, ഇവിടെ ഭയങ്കര ചൂടാ.
ഭയങ്കര ചൂടിപ്പ് പറക്കണ കൽക്കട്ട ചേമ്പ്. അതെ അതിലെ കിടങ്ങ് അത്രാവും കിഴങ്ങ് മൂത്തോ? ഇപ്പൊ മുത്തായിലേക്ക് ആരില്ല, നോക്കട്ടെ. പറക്കണ ആണെങ്കിൽ പറിച്ചു നോക്കി. ഒരെണ്ണം പറിച്ച് നോക്കിയാ അതെ. അയ്യോ ഇത് ആയില്ല അല്ലേ? കലാമണ്ഡൽ എന്നാണ് ഒഫീഷ്യൽ നെയിമെങ്കിൽ പോലും അബ്ദുള്ള എന്നാണ് അറിയപ്പെടുന്നത്. അബ്ദുള്ളയുടെ കൃഷികളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. വിവിധ കൃഷികളാണ്, അതായത് ജൈവ കൃഷിയാണ് അബ്ദുള്ളയുടെ ഏറ്റവും അഡ്വാൻസ്. നമുക്ക് വിശ്വസിച്ച് അബ്ദുള്ളയുടെ കൃഷിയിടത്തിൽ നിന്നുണ്ടാകുന്ന വിളവുകളൊക്കെ കഴിക്കാൻ പറ്റും. വഴുതനങ്ങ, വാഴ, തെങ്ങ്, അതുപോലെ ഇഞ്ചി, കുക്കമ്പർ, ചേന, അങ്ങനെ പാവയ്ക്ക, പയർ, വഴുതന. അബ്ദുള്ളയുടെ കൃഷിയിടത്തിൽ ഇല്ലാത്ത കൃഷികളില്ല. എന്താണെങ്കിലും കൽക്കട്ടയിൽ നിന്നെത്തി നമ്മുടെ നാട്ടിൽ, മലയാളത്തിലെ മണ്ണിനെ പൊന്നു വിളയിക്കുന്ന അബ്ദുള്ളയെ അഭിനന്ദിക്കുന്നു. അപ്പോൾ അബ്ദുള്ള, കൺഗ്രാജുലേഷൻസ്. മികച്ച കർഷകനാണ്. മുനിസിപ്പാലിറ്റി എല്ലാം ആദരിച്ചതാണ്, കൃഷിഭവൻ ആദരിച്ചാണ്. അബ്ദുള്ളയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും.